ഹായ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കൊച്ചു ക്ലാസ് ആണ്. ചെറിയ ക്ലാസ് ആണ്. കുറെ ദിവസമായി ഞാൻ എടുക്കണം വിചാരിക്കണം. പക്ഷെ പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോയി. ഓക്കെ. അപ്പൊ ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ക്ലാസ്സുകൾക്ക് പുറമെ വേറെയും കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടല്ലോ. ഞാനും ഇത് പുതുതായിട്ടൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം ചേർത്ത് ടെലഗ്രാമിൽ വോയിസ് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ക്ലാസ് കാണുന്ന എല്ലാവരും ടെലഗ്രാമിലും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നാലും എടുക്കുന്ന ക്ലാസ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പ്ലേലിസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും റിവിഷൻ ക്ലാസ് 1, റിവിഷൻ ക്ലാസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ ക്ലാസ് 2 നമ്മൾ NES-ഉം CDP-യും വരെയൊക്കെ കവർ ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എക്സ്ട്രാ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഞാൻ അങ്ങനെ റിവിഷൻ ക്ലാസ്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എക്സാം വരെയും നമുക്ക് നോളജ് അപ്ഡേറ്റ് ചെയ്ത് പോലെ നടക്കുള്ളൂ. അപ്പൊ കുട്ടികളുടെ സ്കീംസിന്റെ കാര്യത്തിലേക്ക് അധികം സ്കീംസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം കണ്ടെത്തിയിടത്തോളം ഇപ്പൊ പഠിപ്പിക്കാം. ഓക്കെ. ബാക്കി വരുന്നതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പം ക്ലാസ് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലും കൂടി വരിക കേട്ടോ. അവിടെ നമ്മൾ പോൾസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഡിസ്കഷൻസ് എല്ലാം തന്നെ അവിടെയാണ്. ഓക്കെ. പിന്നെ LSDSന്റെ ഡേറ്റ് വന്നു. നവംബർ 9-ാം തീയതിയാണ്. അപ്പം അത്ര അധിക സമയമൊന്നും ഇല്ല. നമ്മളുടെ സിലബസിന്റെ വ്യാപ്തി അനുസരിച്ചിട്ട് അത്ര അധിക സമയമൊന്നും നമുക്കില്ല. കുറച്ച് സ്പീഡിലൊക്കെ തന്നെ പോണ്ടി വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്റെ MBA-യുടെ എക്സാം വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ എന്ത് ചെയ്യുന്നതും ഒരു പിടുത്തമില്ല. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ പോവാം. ഓക്കെ. അപ്പൊ സ്കീംസ് ഫോർ ചിൽഡ്രൻ എല്ലാവരും കേട്ടിട്ടുള്ള സ്കീമാണ് എന്ത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇത് ആക്ച്വലി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്കീം അല്ല. നമുക്ക് മിഷൻ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഉണ്ട്. അതായത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സ്കീമാണ് മിഷൻ ശക്തി എന്ന് പറയുന്നത്. അതിന്റെ ഒരു സബ് സ്കീമാണ് ശമ്പൽ എന്ന് പറയുന്നത്. അതിൽ കുറെ സ്കീംസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കുറെ കമ്പോണൻസ് വരുന്നുണ്ട്. ഈ നാരി അദാലത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലത്തെ കുറെ സ്കീംസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. അതായത് ഈ ജെൻഡർ സെലക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഫീമെയിൽ കുട്ടികളെ കൊന്നു കളയുക, ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യുക, അബോർഷൻ ചെയ്ത് കളയുക, പിന്നെ അതുപോലെ പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചയച്ച് ബാധ്യത ഒഴിവാക്കുന്ന അങ്ങനത്തെ കുറെ പ്രവണതകളൊക്കെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണെന്ന് പറയുന്നതാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോ ബജറ്റ് സ്കീമാണ്. സീറോ ബജറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലക്സുകളൊക്കെ സ്ഥാപിക്കുന്ന പോലത്തെ പരിപാടിയൊന്നും ഈ ഒരു സ്കീമിൽ കാണില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഫ്ലക്സുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്കീമിന്റെ കാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സീറോ ബജറ്റ് അഡ്വർടൈസിങ് ആണ് ഉള്ളതെന്ന്. അതെന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം എങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാർബൺ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഫ്ലക്സുകളൊന്നും സ്ഥാപിക്കാതെ കൂടുതലും ഈ റേഡിയോ പോലത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള ഒരു തരം അഡ്വർടൈസിങ് ആണ് പിന്തുടരുന്നത്. ഓക്കെ. അത് ഇൻ കേസ് എനിക്കിപ്പോ കണ്ടപ്പോ ഓർമ്മ തെറ്റിയതാണോ എന്ന് അറിയില്ല. സോ ബട്ട് അതിന്റെ സൈറ്റിൽ ഇത് ആക്ച്വലി ഞാൻ PIB പ്രസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ അതിൽ നിന്ന് എടുത്തതാണ്, PBI നിന്ന് എടുത്തതാണ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ. എനിഹു, അപ്പൊ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ സർവൈവലും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫോർ എവറി ഗേൾ ചൈൽഡ്. പിന്നെ അതുപോലെ ഈ ഒരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രിയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും കവർ ചെയ്യുന്ന ഒരു സ്കീമാണ്. സീറോ ബജറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികൾ ഇവര് ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സ്പോർട്സ് പെൺകുട്ടികളുടെ ഇടയിൽ സംഘടിപ്പിക്കുക, അതിനുള്ള ക്യാമ്പുകൾ, സെൽഫ് ഡിഫൻസിന്റെ ക്യാമ്പുകൾ, പിന്നെ ഗേൾസ് ടോയ്ലറ്റ് ഉണ്ടാക്കുക, പിന്നെ അതുപോലെ സാനിറ്ററി നാപ്കിന്റെ വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ ഈ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാമോ? അതായത് ഈ എന്താണ് പെൺകുട്ടികൾ ഈ ജെൻഡർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യില്ലേ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, അതിനെതിരെയുള്ളതാണ്. ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടുണ്ട്. 1994 PCPNDT എന്ന് പറഞ്ഞത്, അതായത് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസിസ് ടെക്നിക്സ് ആക്ട് എന്ന് പറയും. 1994 അതൊന്ന് ഓർത്തു വെക്കണം. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനത്തെ കാര്യം അതിനെ പറ്റിയിട്ട് അവയർനെസ് കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ അതെന്തിനാണ്? ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ അത് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്കടക്കം എന്താണ്
കേസ് ഒക്കെ വരും അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് ഇപ്പൊ സെൻട്രൽ സ്റ്റേറ്റ് ഷെയറിംഗ് ഒന്നുമില്ല, 100% ഫണ്ടും ആരാണ് എടുക്കുന്നത്? സെൻട്രൽ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ യൂണിയൻ ഗവൺമെന്റ് ഇത് എന്ത് ചെയ്യുന്നു? പാൻ ഇന്ത്യ ലെവലില് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെസ്റ്റ് ബംഗാൾ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. വെസ്റ്റ് ബംഗാളിൽ പല സ്കീമുകളും ഇങ്ങനെ മാറി നിൽക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സെൻട്രൽ കൊണ്ടുവരുന്ന സ്കീം ആദ്യമൊക്കെ ഇവര് ഫുള്ള് എടുക്കും, അല്ലെങ്കിൽ 70% സെൻട്രൽ തന്നെ എടുക്കും. പതുക്കെ പതുക്കെ സ്റ്റേറ്റ്സിന്റെ മുകളിലേക്ക് കുറച്ച് ഇത് മാറ്റാറുണ്ട് ആ ഫണ്ട് ഷെയറിങ്ങിന്റെ കാര്യം. അപ്പം വെസ്റ്റ് ബംഗാൾ അറിയാലോ, ഇപ്പൊ മമതയും കേന്ദ്രവും തമ്മിൽ എപ്പോഴും അടിയാണ്. അപ്പം അവര് കുറെ സ്കീംസ് ഒന്നും എടുക്കാറില്ല വെസ്റ്റ് ബംഗാൾ. അതിൽ ഒരു സ്കീമാണ് ഈ പറഞ്ഞ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത്. ഇനിയുള്ളത് സാക്ഷം അംഗൻവാടി ആൻഡ് മിഷൻ പോഷൻ 2.0 സ്കീം. നമുക്കറിയാം അംഗൻവാടികൾ മുഖേന ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അഡോളസെന്റ് ഗേൾസ്, ഇപ്പോൾ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് അനീമിയനൊക്കെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോളിക് ആസിഡിന്റെ ഗുളികകൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മദേഴ്സിന്, പ്രഗ്നന്റ് ആയിട്ടുള്ള മദേഴ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പല കാര്യങ്ങളും അംഗൻവാടികൾ വഴിയാണ് ചെയ്യാറ് അല്ലെ. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ, കുറെ കാര്യങ്ങൾ അംഗൻവാടികൾ വഴി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ സ്കീം എന്താണ്? സാക്ഷം അംഗൻവാടി ആൻഡ് മിഷൻ പോഷൻ 2.0 സ്കീം. രണ്ട് സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. രണ്ടും കൂടി ഇന്റഗ്രേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നത്. ദ സ്കീം എയിംസ് ടു അഡ്രസ് ദ ചലഞ്ച് ഓഫ് എ ചൈൽഡ് മാൽന്യൂട്രീഷൻ. കുട്ടികളുടെ മാൽന്യൂട്രീഷനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. മാറ്റേണൽ അണ്ടർ ന്യൂട്രീഷൻ ത്രൂ എ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഇൻ ന്യൂട്രീഷൻ കണ്ടന്റ് ആൻഡ് ഡെലിവറി ക്രിയേറ്റ് കണ്ടീഷൻസ് ആൻഡ് എ convergent ecosystem to develop practices that nurture health, wellness and immunity. ഈ maternal undernutrition ഉണ്ടല്ലോ, ഫീഡിംഗ് ആയിട്ടുള്ള മദേഴ്സ് അല്ലെങ്കിൽ കൺസീവ്ഡ് ആയിട്ടിരിക്കുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള മദേഴ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അണ്ടർ ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അവരുടെ ഹെൽത്ത്, വെൽനെസ്, ഇമ്മ്യൂണിറ്റി, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കമ്പോണൻസ് അണ്ടർ ഇതിന് ഈ സാക്ഷൻ അംഗൻവാടി സ്കീമിന്റെ താഴെയായിട്ട് ഒരു 3 കമ്പോണന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ സപ്പോർട്ട് ഫോർ പോഷൻ ആൻഡ് അഡോളസെന്റ് ഗേൾസ്. അപ്പം അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുമ്പോൾ 3 to 6 years ഉള്ള കുട്ടികളെയാണ്. അത് കഴിഞ്ഞ ഒരു സ്കൂളിലോട്ട് പോകും അല്ലെ. അതുപോലെ തന്നെ അഡോളസെന്റ് ഗേൾസിന് വേണ്ടിയുള്ള പരിപാടികൾ. ഓക്കെ, അതൊക്കെയാണ് ഫസ്റ്റത്തെ ന്യൂട്രീഷൻ സപ്പോർട്ടിൽ, ന്യൂട്രീഷൻ സപ്പോർട്ട് ഫോർ പോഷൻ വരുന്നത് അഡോളസെന്റ് ഗേൾസിനും ചൈൽഡ്ഹുഡ് കെയറും പിന്നെ എഡ്യൂക്കേഷനും. ഓക്കെ, പിന്നെ എന്താണ്? അംഗൻവാടി ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ്, അത് രണ്ടാമത്തെ കമ്പോണന്റ് ആണ്. അംഗൻവാടി ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡ് മോഡേൺ അപ്ഗ്രേഡഡ് സാക്ഷം അംഗൻവാടീസ്. ഓക്കെ, ബെനിഫിഷ്യറീസ് രജിസ്റ്റേർഡ് അറ്റ് AWC. AWC എന്ന് പറഞ്ഞാൽ എന്താ? അംഗൻവാടി സെന്റേഴ്സ് എന്നാണ് കേട്ടോ. children 6 months, 6 years of age, pregnant women and lactating mothers, അവർ PWLM എന്ന് പറയും. ആൻഡ് അഡോളസെന്റ് ഗേൾസ്, അഡോളസെന്റ് ഗേൾസ് എന്ന് പറയുമ്പോൾ 14 to 18 years, കൗമാരക്കാരായ പെൺകുട്ടികൾ. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഉള്ളതാണ് രണ്ടാമത്തേത് കേട്ടോ. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെ കിട്ടുന്നത്? ഈ AWCകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ ഇതൊക്കെ കിട്ടുക. പിന്നെ പോഷൺ അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കമ്പോണന്റ്. ഓക്കെ, അംഗൻവാടി സർവീസസ്, അതായത് ഈ സാക്ഷൻ അംഗൻവാടി ആൻഡ് പോഷൻ 2.0ന്റെ താഴെയുള്ള അംഗൻവാടി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് provides the following 6 services. ഒരു 6 സർവീസസോളം ത്രൂ ഔട്ട് ദ കൺട്രി കൊടുക്കുന്നുണ്ട് അംഗൻവാടി സെന്റേഴ്സ് വഴി. എന്തൊക്കെയാണ്? സപ്ലിമെന്ററി ന്യൂട്രീഷൻ, പ്രീ സ്കൂൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെ. അംഗൻവാടികളിലുള്ളതൊക്കെ പൊതുവെ നോൺ ഫോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്മ്യൂണൈസേഷൻ, പിന്നെ എന്താണ്? ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് റഫറൽ സർവീസസ്. ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക. ഓക്കെ, വേറെ ഡോക്ടേഴ്സിന്. ഓക്കെ, 3 of the 6 services, അതായത് എന്തൊക്കെ? ഈ ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് റെഫറൽ സർവീസസ് ആർ related to health and provided through NHM and public health infrastructure. ഇതൊക്കെ എന്ത് വഴിയാണ്? ഡോക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് കൂടി, അത് NHM ഉം പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വഴിയാണ് നടപ്പാക്കുക. The അംഗൻവാടി സർവീസസ് is universal self-selecting scheme available to all the beneficiaries who enroll at the AWCs. അംഗൻവാടി സെന്റേഴ്സിൽ എൻറോൾ ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കുന്ന, യൂണിവേഴ്സൽ ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ബെനിഫിഷ്യറീസ് അണ്ടർ ദ സ്കീംസ് ആർ ചിൽഡ്രൻ ഇൻ ദ ഗ്രൂപ്പ് ഓഫ് 0 to 6 years, pregnant and
lactating mothers. Okay. ഇനി പോഷൺ അഭിയാനെ പറ്റി നോക്കാം. പോഷൺ അഭിയാൻ aims to address malnutrition issues. പോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ഓക്കെ, അപ്പൊ മാൾന്യൂട്രീഷൻ ഇഷ്യൂസിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിന്റെ താഴെ കുറെ കമ്പോണൻസ് ഉണ്ട്. ICT, കൺവേർജൻസ്, കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, ബിഹേവിയറൽ ചേഞ്ച് ആൻഡ് ജൻ ആന്തോളൻ, കപ്പാസിറ്റി ബിൽഡിംഗ്, ഇൻസെന്റീവ്സ് ആൻഡ് അവാർഡ്സ്, ഇന്നോവേഷൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ പോഷൺ അഭിയാന്റെ താഴെയുണ്ട്. അപ്പൊ ICT ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം കാര്യങ്ങളും എന്താണ് പറയാ, ICT ആപ്ലിക്കേഷൻസിലൂടെയാണ് നടപ്പിലാക്കുന്നത്. നമ്മുടെ രജിസ്റ്ററിങ്ങും കാര്യങ്ങളും, പിന്നെ ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും സബ്സിഡിയോ അങ്ങനെ അല്ലെങ്കിൽ കാശ് എന്തെങ്കിലും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ICT വഴിയൊക്കെയാണ് നടപ്പിലാക്കുക അല്ലെ. അതുപോലെ കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ, കൺവർജൻസ് എന്ന് പറഞ്ഞാൽ പല പരിപാടികളും ഒരുമിച്ച് ചേർക്കുന്നത്, ബിഹേവിയറൽ ചേഞ്ച് ആൻഡ് ജൻ ആന്തോളൻ, കപ്പാസിറ്റി ബിൽഡിംഗ്, എന്തെങ്കിലും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇൻസെന്റീവ്സ് ആൻഡ് അവാർഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക, അവാർഡ്സ് കൊടുക്കുക, ഇന്നോവേഷൻസ് ഒക്കെയാണ് നടത്തുന്നത്. അബിയർ ഓൾസോ എയിംസ് അറ്റ് improving the nutritional status of children from 0 to 6 years, adolescent girls, pregnant women, and lactating mothers. Portion Abhiyan focuses on convergence among partner ministries. നമ്മൾ പറഞ്ഞത് convergence among partner ministries, leveraging technology and Jan Andolan among other things to address the issue of malnutrition comprehensively. Near real-time reporting by field functionaries and improved MIS is aimed at the smooth implementation of the scheme and better service delivery. Okay. ഇനി മിഷൻ 2.0 എന്താണെന്ന് നോക്കാം. Mission Portion 2.0. The efforts under the supplementary nutrition program under Anganwadi services and Portion Abhiyan have been rejuvenated and converged as സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു എന്താണ് ന്യൂട്രീഷൻ പ്രോഗ്രാം ആയിട്ടുള്ള പോഷൻ അഭിയാനും പിന്നെന്താണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാംസ് എല്ലാം കൂടി കൺവേർജ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2.0 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമായിട്ട് ഇറക്കുന്നത്. അതിന് നമ്മൾ ചെറുതായിട്ടാണ് മിഷൻ 2.0 എന്ന് പറയുന്നത്. ഇറ്റ് സീക്സ് ടു അഡ്രസ് ദ ചലഞ്ചസ് ഓഫ് മാൽന്യൂട്രീഷൻ ഇൻ ദ ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ, ഇത് എന്താണ് ഇതിലെ കൂട്ടിച്ചേർത്തത് എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് സീക്സ് ടു അഡ്രസ് ദ ചലഞ്ചസ് ഓഫ് മാൽന്യൂട്രീഷൻ ഇൻ children, adolescent girls, pregnant women, lactating mothers through strategic shift in nutrition content and delivery by creation of convergent ecosystem to develop, promote practices and natural health, wellness and immunity. Okay, ഇനി എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. എന്താണ് ന്യൂട്രീഷൻ, മെറ്റേണൽ ന്യൂട്രീഷൻ, ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് feeding norms, treatment of moderately acute malnourished, സിവിയർലി അക്യൂട്ട് മാൽനറിഷ്ഡ് ചിൽഡ്രൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ എന്താ പറയാ, കുട്ടികൾക്ക് പോഷണം ലഭിക്കാതെ വിറ്റാമിൻ ഡെഫിഷ്യൻസിയോ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയോ ഒക്കെ കാരണമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് സിവിയർ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ മോഡറേറ്ററി അക്യൂട്ട് ആയിട്ടുള്ളതൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആയുർവേദ വിങ് ആണല്ലോ ആയുഷ് വഴിയുള്ള വെൽനെസ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് പില്ലേഴ്സുമ്മലാണ് ഇത് പണിതിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം നിൽക്കുന്നത് കുറച്ച് പില്ലേഴ്സ് ആണ്. അപ്പൊ ആ പില്ലേഴ്സ് എന്തൊക്കെയാണ്, മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൺവേർജൻസ്, governance and capacity building. Portion Abhiyan is the key pillar for outreach and will cover innovations related to nutritional support, ICT interventions, media advocacy. Okay, steps have been taken to improve എന്തൊക്കെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ആൻഡ് ടെസ്റ്റിംഗ് ഇൻ അക്രഡിറ്റഡ് ലാബ്, സ്ട്രെങ്തൻ ഡെലിവറി ആൻഡ് ലെവറേജ് ടെക്നോളജി അണ്ടർ ദ പോഷൻ ട്രാക്കർ. ഈ പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു ICT പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. എ റോബസ്റ്റ് ICT enabled platform to improve governance with regard to real-time monitoring of provisioning of supplementary nutrition and prompt supervision and management of services. Fortification of stapled food item. എന്താണ് ഫോർട്ടിഫിക്കേഷൻ? ഫോർട്ടിഫിക്കേഷൻ ഇപ്പോ നമ്മൾ ഈ ചോക്കോസ് ഒക്കെ വാങ്ങിക്കുന്നില്ലേ, അതേപോലത്തെ വളരെ ചീപ്പ് ആയിട്ടുള്ള ഏതാണ്ട് ആ ടേസ്റ്റുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് വേറെ കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ചോക്കോസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ അവര് വിറ്റാമിൻസും പ്രോട്ടീനും പല സാധനങ്ങളും ഫോർട്ടിഫൈ ചെയ്ത് ചേർക്കും. ഇപ്പോ ചില അരിയിലൊക്കെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയഡിൻ ചേർത്ത് ഉപ്പ് എന്നൊക്കെ കേൾക്കുന്നില്ലേ, അത് എക്സ്ട്രാ അയഡിൻ
ഫോർട്ടിഫൈ ചെയ്ത് ചേർക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡിൽ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റംസ്, സ്റ്റേപ്പിൾ ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരി, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വീറ്റ്. ഓക്കെ, സ്റ്റേപ്പിൾ ഫുഡ് എന്ന് വെച്ചാൽ മെയിൻ ഫുഡ്. ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡിംഗ് സോൾട്ട് ഈസ് വൺ ഓഫ് ദ സ്ട്രാറ്റജീസ് ടു അഡ്രസ് micronutrient deficiencies in addition to dietary diversification and micronutrient supplementation along with the other measures like infection control, water sanitation, etc. അപ്പോൾ ഇൻഫെക്ഷൻ കൺട്രോളും വാട്ടർ സാനിറ്റേഷൻ ഒക്കെ നടത്തും. അതിന്റെ ഒപ്പം തന്നെ മൈക്രോന്യൂട്രിയന്റ് സപ്ലിമെന്റേഷൻ നിങ്ങളൊക്കെ ബയോളജി പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? മൈക്രോന്യൂട്രിയൻസ് എന്താ, മാക്രോന്യൂട്രിയൻസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. മൈക്രോന്യൂട്രിയൻസിൽ എന്താ പെടുന്ന വിറ്റാമിൻസും കാര്യങ്ങളൊക്കെയാണ്. മാക്രോന്യൂട്രിയൻസ് എന്താ, പ്രോട്ടീൻ പോലെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് പോലത്തെ കാര്യങ്ങളാണ് ഉള്ളത്. Therefore, in order to reduce the prevalence of micronutrient deficiencies including anemia ഒക്കെ micronutrient deficiency കാരണം. എന്താണ് ആ micronutrient? ഇരുമ്പാണ് അല്ലെ, അയൺ ആണ്. Emphasis is given on all the strategies through the schemes and programs implemented by the various departments and ministries. These include iron, folic acid supplementation. എന്താണ് folic acid എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? Calcium supplementation, vitamin A supplementation, use of fortified food items, etc. Ministry has issued advisory to all states and UTs to ensure use of relevant fortified food articles whether supplied including double fortified salt in the administration of the supplementary nutrition program. Further, under portion 2.0, focus on diet diversity. അതായത് സെയിം ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന പല തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് വരും. സോ ഡയറ്റ് ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ഡയറ്റ്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, leveraging additional systems of knowledge and popularize the use of millets. Okay, millets എന്ന് പറഞ്ഞാൽ റാഗി പോലത്തെ കാര്യങ്ങളൊക്കെ. Nutrition awareness strategies under portion 2.0 aim to develop sustainable health and well-being, focus on local wholesome foods to bring dietary gaps including deficit in the intake of micronutrients. Okay, അപ്പോൾ അങ്ങനെ പല ഡൈവേഴ്സിഫൈ ചെയ്തും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡെഫിസിറ്റ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഓൾസോ ആസ് പെർ ദ സ്കീം ഗൈഡ് ലൈൻസ് ലോക്കൽ ഫുഡ്സ് ആൻഡ് ഫ്രഷ് പ്രൊഡ്യൂസ്, ഫ്രഷ് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗ്രീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ഹെർബ്സ്, ഫോർട്ടിഫൈഡ് റൈസ്, മാൻഡേറ്ററി ഇൻകോർപ്പറേഷൻ ഓഫ് മില്ലറ്റ്സ്. മില്ലറ്റ്സിന്റെ പ്രാധാന്യം എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് in meals for different categories of beneficiaries to promote health, wellness and immunity to manage anemia. In order to address the issue of anemia, government has approved the supply of fortified rice, fortified with iron, vitamin B12 ന്റെ കുറവുകൊണ്ട് വരുന്ന അനീമിയ എന്താ? Pernicious anemia and folic acid throughout the targeted public distribution system. Targeted public distribution system എന്ന് പറഞ്ഞാൽ TPDS under the National Food Security Act. Okay, and in other welfare schemes of Government of India in all states and union territories in a phased manner under Saksham, Anganwadi and portion 2.0, fortified rice is allocated to the states and UTs. All the states/UTs have been covered under the Abhiyan and thus implementing the scheme to ensure a holistic approach. Okay. അടുത്തൊരു സ്കീമാണ് മിഷൻ വാത്സല്യ സ്കീം. ഓക്കെ, വാത്സല്യ സ്കീം എന്താണെന്ന് നോക്കാം. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. നെയ്മിലി മിഷൻ വാത്സല്യ സ്കീം ടു സപ്പോർട്ട് ദ സ്റ്റേറ്റ് ആൻഡ് UT governments in the delivering of services for children in need of care, protection and children in conflict with the law. Children in conflict with the law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾസ് ഉണ്ടാക്കുന്ന ചിൽഡ്രൻ. ട്രബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പോകുന്നത്, മോഷണം അങ്ങനെയുള്ള ക്രിമിനൽ കാര്യം, അങ്ങനത്തെ കുട്ടികളെ ജുവനൈൽ ഹോംസിലൊക്കെ ആക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടികളെയാണ് എന്ത് പറയാ? ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറയാം. ചിൽഡ്രൻ
ഇൻ നീഡ് ഓഫ് കെയർ എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളും അങ്ങനത്തെ കുട്ടികളൊക്കെയാണ്. ദ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സ്കീം സപ്പോർട്ട് inter alia age appropriate education, access to vocational training, recreation, health and counseling. The ministry regularly follows up with the state UT governments so as to ensure that CCIs adhere to the standards of care as per Juvenile Justice Care and Protection of Children Act 2015 as amended in 2021 lo amend ചെയ്യുന്നുണ്ട്. Okay, Juvenile Justice Act. Okay, various advisories have been sent to all state UTs governments regarding mandatory inspection to CCIs. Okay. ഇനി ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസസ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. The ministry implementing child protection services scheme under Mission Valsalya scheme, STVAL, Integrated Child Protection Scheme. STVAL എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്നു Integrated Child Protection Scheme since 2009-10 for supporting the children in difficult circumstances. Under the scheme, institutional care is provided through child care institutes and rehabilitative measure. Okay, പ്രത്യേകിച്ചും ജുവനൈൽ ഹോംസ് എന്നൊക്കെ പുറത്തിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ എങ്ങനെ വേണം? റീഹാബിലിറ്റേറ്റീവ് മെഷേഴ്സ് ഒക്കെ വേണം. കോൺഫ്ലിക്ട് വിത്ത് ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ റീഹാബിലിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ വേണ്ടിവരും അല്ലെ. The program and activities in homes inter alia include the age appropriate education, access to vocational training, recreation, health care, counseling and etc. Under the non-institutional care component, support is extended for adoption, foster care and sponsorship. Further, CPS also provides for aftercare services after the age of 18 years to help sustain them during the transition from institutional to independent life. അപ്പോൾ അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവുന്ന കാലം മുതൽ ഇൻഡിപെൻഡന്റ് ലൈഫിലേക്ക് കടക്കുന്നവരെ ഇവരെ കെയർ ചെയ്യാം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആഫ്റ്റർ കെയർ സർവീസസ് നൽകുക. അതുപോലെ സ്പോൺസർഷിപ്പ്, നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾക്ക് സ്പോൺസർ ചെയ്യാം, ഫോസ്റ്റർ കെയർ ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി സ്കീംസ് ഒക്കെ നമുക്ക് വരുന്ന പോലെ ഡിസ്കസ് ചെയ്യാം, റിവിഷൻ ക്ലാസ്സുകളിൽ എടുത്തു തരാം. ഡോണ്ട് വെറി അബൌട്ട് ദിസ്. നിങ്ങൾക്ക് തരുന്ന കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇനി ജസ്റ്റ് ഹൗസിംഗ് ആൻഡ് വാട്ടർ കണക്ടിവിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യം കൂടി ഉള്ളൂ. അത് വേഗം എടുത്തു വെക്കും. എന്നിട്ട് അടുത്ത മൊഡ്യൂൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.